ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു ഓണവിഭവം തന്നെയാണ്. ഞാൻ അതിനായിട്ട് കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടിയിൽ നല്ല തിളച്ച വെള്ളവും ഒരു ടീസ്പൂൺ നെയ്യും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം നല്ലൊരു ചൂട് കട്ടിയുള്ള പാത്രം, ഞാൻ ഉരുളയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂണോളം നെയ്യ് ചേർത്ത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും തേങ്ങാക്കൊത്താണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്, ചക്ക പായസമാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് നല്ല ഡ്രൈ ആയിട്ട് വരട്ടി കൊണ്ടുവന്ന ചക്കയാണ്, ചക്ക വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നല്ല ഡ്രൈ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാലിലേക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഉരുളിയിൽ ആദ്യം തന്നെ അത് നെയ്യിലോട്ട് അങ്ങ് ചേർത്തു. അത് വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നല്ല രീതിയിൽ വരട്ടിയെടുത്തതാണ്. രണ്ടാമത്തെ പാൽ കേട്ടോ, അതായത് അധികം കട്ടിയില്ലാത്ത ആ ഒരു പാലാണിത്. അത് നന്നായിട്ട് ചക്ക വരട്ടിയതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതും കൂടെ ചേർന്ന് നല്ല രീതിയിൽ മിക്സായിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരി കൊണ്ടുണ്ടാക്കിയ ഉരുളകളുണ്ടല്ലോ അതിനകത്തേക്ക് ചേർക്കണം. ഈ അരിയുടെ ഉരുളകളൊക്കെ തന്നെ കുറച്ചൊക്കെ ഒന്ന് വെന്ത് കാണും, കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്തുള്ളൊക്കെ മധുരം ആവശ്യമായിട്ടുള്ളത് ചേർക്കണം, ശർക്കര ചേർക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ചക്ക വരട്ടിയതിൽ തന്നെ മധുരം കാണും, അപ്പോൾ നമ്മൾ അതിന് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പോളം ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഏകദേശം അര കപ്പ് മാത്രമാണ് ഞാൻ ഈ ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ല മധുരം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ ചക്കപ്പായസം ഉണ്ടാക്കാറുള്ളത് സാധാരണ നമ്മൾ ഈ കർക്കിടക ആ സമയത്തൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോഴൊക്കെ ഇങ്ങനെ ചക്കയൊക്കെ ഉള്ള ഒരു സീസണാണല്ലോ. ആ സമയത്തൊക്കെ നമുക്കൊക്കെ ചക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്ക പായസത്തിൽ ഈ സാധാരണ ഒന്നും നമുക്ക് കടിക്കാൻ ഉണ്ടാവില്ല അല്ലേ, ഒരു ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ ഒരു കടിക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ എന്താ പറയുക അരിയുടെ ഉരുളകൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് ആ ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഒന്നാം പാലാണ് കേട്ടോ. ഒന്നാം പാലാണെങ്കിലും ഭയങ്കര കട്ടിയുള്ള പാലൊന്നും അല്ല കേട്ടോ, എന്നാലും ഒരുവിധം നല്ല തിക്കാണ്, എന്നാലും രണ്ടാം പാലിനേക്കാളും നല്ല രീതിയിൽ തിക്കാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 2 പാലുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാലെടുത്ത് വെച്ചു, പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് രണ്ടാം പാൽ, അത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ തേങ്ങയുടെയും ശർക്കരയുടെയും ഒക്കെ അളവ് പറയുകയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം 1 കപ്പ് ചക്ക വരട്ടിയതും അതുപോലെ ഒരു നല്ല വലിപ്പമുള്ള തേങ്ങയും പിന്നെ അര കപ്പ് ശർക്കരയുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഉപയോഗിച്ചപ്പോൾ ഇത്രയും പിന്നെ പായസം കിട്ടി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്തു. തേങ്ങാക്കൊത്തും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. ചുക്കുപൊടി ചേർത്താലും നല്ലതായിരിക്കും, ചുക്കുപൊടി കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ ശരിക്കും. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക് ഈ പായസം ആകെ ഒരു ദിവസം എന്താ പറയുക കഴിക്കാനുള്ള കുറച്ച് പായസം മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. നമ്മൾ ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ചക്ക വരട്ടിയത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ ഒരു ഓണത്തിന് നമുക്കിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.